ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലിക നല്ല ദേഷ്യത്തോടു കൂടി തന്നെ വൈഗയോട് എല്ലാ കാര്യങ്ങളും പറയണം എന്നുള്ള ആ ഒരു ഇതിൽ വരികയാണ് കേട്ടോ വൈദേഹിയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇതൊക്കെ വൈദേഹി അവിടെ നിന്നുകൊണ്ട് കാണുകയാണ്. അപ്പോൾ സെക്യൂരിറ്റി ഉള്ളിലേക്ക് മല്ലികയെ പറഞ്ഞയക്കുന്നില്ല എന്ന് കാണുമ്പോൾ മല്ലിക തന്നെ അങ്ങ് സെക്യൂരിറ്റിയെ അങ്ങ് തട്ടി മാറ്റിയ ശേഷം ഉള്ളിലേക്ക് ദേഷ്യത്തിൽ അങ്ങ് വരികയുണ്ട്. അപ്പോഴത്തേക്കും വൈദേഹി അങ്ങ് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് മല്ലികയോട് പറയണം, മല്ലിക നീ ഇപ്പോൾ വെറുതെ പ്രശ്നമുണ്ടാക്കരുത്, നീ എന്തിനാണ് വന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിനെ വെറുതെ മുറിവേൽപ്പിക്കാതെ ഒന്ന് തിരികെ പോകണം എന്നങ്ങ് പറയുമ്പോൾ മല്ലിക പറയുന്നു, ഒരു വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ തിരികെ പറഞ്ഞയക്കുന്നതാണോ, ഒരു മര്യാദയില്ലാതെ പറഞ്ഞയക്കുന്നതാണോ പൈസക്കാരായ നിങ്ങളുടെയൊക്കെ സ്വഭാവ ഗുണം എന്നങ്ങ് ചോദിക്കുമ്പോൾ വൈദേഹിക്കൊന്നും മിണ്ടാനാവാതെ അങ്ങ് നിൽക്കാൻ കേട്ടോ. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് വൈകിയെ കണ്ട് രണ്ട് കാര്യം സംസാരിക്കാതെ ഞാൻ പോവില്ല, അതിന് നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെ പറയരുത് മല്ലിക, കാരണം എൻ്റെ കുഞ്ഞിനാകെ മനസ്സ് ആകെ വേദനിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, അല്ലാതെ എൻ്റെ കുഞ്ഞ് സന്തോഷത്തോട് കൂടിയിട്ടല്ല എന്നങ്ങ് പറയുമ്പോൾ, നിങ്ങൾ പ്രസവിക്കാത്ത, നിങ്ങൾ ദത്തെടുത്ത നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്രയ്ക്കധികം ടെൻഷൻ ഉണ്ടെങ്കിൽ മാഡം, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ സുന്ദരി മോളുടെ കാര്യത്തിൽ എനിക്ക് എത്രമാത്രം അധികം വിഷമമുണ്ടാവുമെന്ന് നിങ്ങൾ എന്താ ചിന്തിക്കാതെ പോയത്? ഞാൻ എൻ്റെ സുന്ദരിക്ക് ഒരേ ഒരു വാക്കാണ് കൊടുത്തിട്ടുള്ളൂ, വൈഗ പ്രസവിക്കുന്നത് വരെ ഞാൻ ഒരു രഹസ്യവും വൈഗയെ അറിയിക്കില്ല എന്ന്. ഇന്നലെയാണ് ഞാൻ വൈഗ പ്രസവിച്ച ആ കാര്യം ഞാൻ അറിഞ്ഞത്, അതുകൊണ്ട് ഇനി എനിക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. എനിക്ക് വൈഗയുടെ മുഖത്ത് നോക്കി രണ്ട് കാര്യം പറഞ്ഞിട്ടേ ഞാൻ പോവുകയുള്ളൂ എന്നങ്ങ് പറയുമ്പോൾ വൈദേഹി പറയാണ്, നിങ്ങൾ പറയാൻ വന്നത് കാർത്തികും സുന്ദരിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യമല്ലേ? അതെല്ലാം എൻ്റെ വൈഗ അറിഞ്ഞിട്ടുണ്ട്. അതറിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് വൈഗ കുഞ്ഞിനെയും കൂട്ടി ആത്മഹത്യ ചെയ്യാൻ വരെ പോയതാണ്. എന്നിട്ട് ഞാനാണ് അവരെ ജീവിതത്തിലേക്ക് അതിൽ നിന്നും തടഞ്ഞ ശേഷം ഇവിടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, ഇനി എൻ്റെ കുഞ്ഞിനത് താങ്ങില്ല എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾക്ക് എൻ്റെ മോളോട് ഒരുപാട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ട് അവൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. നിങ്ങളുടെ മകളുടെ കഴുത്തിലാണ് കാർത്തിക് ആദ്യം താലി കെട്ടിയത് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൾ വൈഗ ഒരിക്കലും കാർത്തികിനെ ഏഴഴലത്ത് പോലും അടുപ്പിക്കില്ല. കാർത്തിക് സുന്ദരിയെ കല്യാണം കഴിച്ചത് 4 ആൾ അറിയാണ് താലി കെട്ടിയത്, പക്ഷേ നിങ്ങളുടെ മകളെ അങ്ങനെയാണോ കല്യാണം കഴിച്ചത്? നിങ്ങൾ കുറേ കച്ചവടക്കാരല്ലേ? എന്നിട്ട് പോലും നിങ്ങളുടെ മകളുടെ കല്യാണ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് പയ്യനെ കുറിച്ച് ഒന്നും തന്നെ അന്വേഷിച്ചില്ല? അപ്പോൾ വൈദേഹി പറയാണ്, എൻ്റെ മകളെ കല്യാണം കഴിച്ച കാര്യത്തിൽ എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ കുഞ്ഞ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ അവനെ കല്യാണം കഴിച്ചത് കൊണ്ട് അനുഭവിക്കുന്നത്. ഇപ്പോൾ അവളുടെ ജീവിതമാണ് തകർന്നു കിടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മല്ലിക പറയാണ്, എന്ത് ബുദ്ധിമുട്ടുകൾ? ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല. അവളുടെ പ്രസവം കഴിയുന്നവരെ എൻ്റെ മകൾ സുന്ദരിയാണ് എല്ലാവിധ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചതും ഒന്നും വൈകിയെ അറിയിക്കാതെ നല്ലപോലെ കൊണ്ടു നടന്ന് നോക്കിയതും എല്ലാം എൻ്റെ സുന്ദരിയാണ്. ഒരു കാര്യം മേഡത്തിന് തന്നെ ഓർമ്മയുള്ള കാര്യമല്ലേ, മേഡത്തിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരൂ എന്ന് പറയാൻ പോലും കഴിയാത്ത ഒരവസ്ഥയുണ്ടായിരുന്നില്ലേ? ആ നിലയിൽ നിന്നൊക്കെ ഈ നിലയിലേക്ക് എത്തിവെച്ചതും എല്ലാം തന്നെ എൻ്റെ മകൾ സുന്ദരിയല്ലേ? അതൊന്നും ഒരിക്കലും മേഡം മറക്കരുത്. എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത എൻ്റെ സുന്ദരിയോട് നിങ്ങൾ എന്ത് നന്ദിയാണ് കാണിച്ചിട്ടുള്ളത്? അവൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്? പറയുമ്പോൾ നിങ്ങളിങ്ങനെ പറയുമല്ലോ, എൻ്റെ മകൾ സുന്ദരിയെ കല്യാണം കഴിച്ച് അറിഞ്ഞത് ഞങ്ങൾ വൈഗ പ്രഗ്നൻ്റ് ആയ ശേഷമാണ് എന്നുള്ളത്. പക്ഷേ ഞാനാണ് അങ്ങനെ അറിഞ്ഞിരുന്നത് എങ്കിൽ, എൻ്റെ സുന്ദരിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് എങ്കിൽ, ഞാൻ ഒരിക്കലും എൻ്റെ മോളോട് ഞാൻ പറയും, നീ ഒരിക്കലും ആ കുഞ്ഞിനെ പ്രസവിക്കരുത്, അങ്ങനത്തെ വൃത്തികെട്ടവൻ്റെ ആ കുഞ്ഞിനെ അങ്ങ് കളഞ്ഞേക്ക് എന്ന് ഞാൻ പറയും. അങ്ങനെ ചെയ്യുന്നത് പാപമാണെങ്കിലും കൂടിയിട്ട് ആയിക്കോട്ടെ എന്ന് കരുതിയെന്ന്. എന്നിട്ട് അവനെ ഈ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചിറക്കണമായിരുന്നു. എന്നിട്ട് അന്തസ്സായിട്ട് തന്നെ മോളുമൊത്ത് ജീവിക്കണമായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടിരുന്നത്. അതൊന്നും തന്നെ നിങ്ങൾ ചെയ്തില്ലല്ലോ വൈദേഹി മാഡം. പറയുമ്പോൾ നിങ്ങൾ പൈസക്കാർക്ക് 100 ന്യായങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ പറയും വൈഗയുടെ ജീവൻ ആപത്താണ് എന്നുള്ളത്. എന്ത് ആപത്ത്? ഇതിലും കൂടുതൽ എന്ത് ആപത്ത്
ആപത്താണ് ഇനിയുള്ളത്. വേറൊരു പെണ്ണിൻ്റെ ഭർത്താവ് തട്ടിയെടുത്ത് അതിലൊരു കുഞ്ഞുണ്ടായിട്ട് ജീവിക്കുന്ന ആ ആപത്തിനേക്കാളും നല്ലത് അങ്ങ് ചത്തുപോകുന്നത് തന്നെയാണ്. എൻ്റെ മോളൊരു പാവമായി പോയി. പാവമല്ല എന്ന് പറയേണ്ടത്, അവളൊരു പൊട്ടിയായി, ഒരു ഭൂലോക പൊട്ടി. അതുകൊണ്ടല്ലേ കഴുത്തിൽ താലി കെട്ടിയവനെ വേറൊരുത്തിക്ക് ദാനമായി കൊടുത്ത് അവളുടെ പാദസേവ ചെയ്ത് നടന്നിരുന്നത്. അന്ന് തന്നെ ഞാൻ എല്ലാം അവസാനിക്കാൻ വേണ്ടി നിന്നതായിരുന്നു. പക്ഷേ എൻ്റെ മകൾ സുന്ദരി എന്നെ അതിന് അനുവദിച്ചില്ല. അവളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെയും പറയാതിരുന്നത്. പക്ഷേ ഇനി എനിക്ക് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ, നീ എല്ലാ കാര്യവും സുന്ദരിയും കാർത്തിക്കും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു എന്നുള്ള സത്യമൊക്കെ എൻ്റെ മകൾ വൈഗ അറിഞ്ഞു എന്നങ്ങ് വൈദേഹി പറയുമ്പോഴും, എന്നാലും എനിക്ക് ഒരു 2 വാക്ക് നിങ്ങളുടെ മകളുടെ മുഖത്ത് നോക്കി പറയാതിരുന്നാൽ എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല. കാരണം എൻ്റെ മകളുടെ ജീവിതം തകർന്നു എന്ന് അറിഞ്ഞ ഒരു നിസ്സഹായായ ഒരു അമ്മയാണ് ഞാൻ. അന്ന് ഞാൻ അനുഭവിച്ച വേദന എത്രത്തോളമുണ്ട്, അതിന് എനിക്ക് നിങ്ങളുടെ മകളുടെ മുഖത്ത് നോക്കി 2 വർത്തമാനം എനിക്ക് പറയാതെ എനിക്കൊരു സമാധാനവും കിട്ടില്ല എന്നും പറഞ്ഞിട്ട് മല്ലിക നേരെ അങ്ങ് അകത്തേക്ക് കയറി പോവാൻ കേട്ടോ. ആ സമയത്തൊക്കെ വൈദേഹി തടയാൻ വേണ്ടി നോക്കുന്നുണ്ട്. എൻ്റെ മകൾ ആത്മഹത്യയുടെ വക്കിൽ നിന്നും ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നാണ്. ഇനി എൻ്റെ മകളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കരുത് എന്നൊക്കെ മല്ലികയോട് വൈദേഹി യാചിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും തന്നെ മല്ലിക കേൾക്കാൻ കൂട്ടാക്കാതെ വൈകിയെ അങ്ങനെ അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈഗ ഇവിടേക്ക് വാ, എനിക്ക് നിന്നോട് 2 സംസാരിക്കണം, ഇങ്ങോട്ട് വാ, ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞിട്ട് മല്ലിക ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മല്ലിക വീണ്ടും ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് വൈദേഹി വന്ന് തടയുന്നുണ്ട് കേട്ടോ. മല്ലിക, ഇവിടെ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞു പോയതാണ്, അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് പോയി തായോ എന്ന് പറയുമ്പോൾ, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഞാൻ അറിയട്ടെ. അത് കാർത്തിക്കും സുന്ദരിയും തമ്മിലുള്ള ആ ഒരു ബന്ധം അറിഞ്ഞ് വൈഗ നേരെ പോയത് സുന്ദരിയെ കാണാൻ. ആ സുന്ദരിയെ കാണാൻ തന്നെയല്ലേ നിങ്ങളുടെ മകൾ പോവുകയുള്ളൂ. എന്നിട്ട് എൻ്റെ മകൾ സുന്ദരിയുടെ മെക്കിട്ട് കയറിയിട്ടുമുണ്ടാവും. അവളെ ചതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മകൾ സുന്ദരിയെ അങ്ങ് ശപിച്ചിട്ടുമുണ്ടാവും. അതല്ലേ ചെയ്യുകയുള്ളൂ. എൻ്റെ മകൾ ഒരു പാവമല്ലേ, അവളെ ശപിക്കാനും അവളുടെ മെക്കിട്ട് കയറാനുമല്ലേ എല്ലാവർക്കും അറിയുകയുള്ളൂ. അപ്പോൾ വൈദേഹി പറയാണ്, ഞങ്ങൾക്കതിന് വൈഗയെ ഒന്ന് തടയാൻ പോലും കഴിഞ്ഞില്ല. അതറിഞ്ഞ ശേഷമാണ് വൈഗ എൻ്റെ മോള് വീട് വിട്ട് ഇറങ്ങിപ്പോയത്. ആണോ? അങ്ങനെ വീട് വിട്ട് ഇറങ്ങിപ്പോയാലെന്താ, എൻ്റെ മകൾ സുന്ദരി ഉണ്ടല്ലോ, അവളെ കണ്ടുപിടിച്ച് തേടി കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ കാൽച്ചുവട്ടിലേക്ക്. എൻ്റെ മകൾ സർവ്വം സഹയാണല്ലോ, അവൾ അങ്ങനെയൊക്കെയല്ലേ ചെയ്യുള്ളൂ. അതല്ലേ എൻ്റെ സുന്ദരി മോള്. അവൾ ജീവിക്കുന്നത് തന്നെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ, നിങ്ങളുടെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ എൻ്റെ സുന്ദരി ജീവിക്കുന്നത് തന്നെ. അങ്ങനെയല്ല മല്ലിക, നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നല്ലേ, നിങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എൻ്റെ മകൾ വൈഗ പിന്നീട് വീട് വിട്ട് ഇറങ്ങിപ്പോയ എൻ്റെ വൈഗ ഇവിടേക്ക് വന്ന് കുഞ്ഞിനെയും ഇവിടെ കിടത്തി അവൾ നേരെ ആത്മഹത്യയാണ് ചെയ്യാൻ വേണ്ടി പോയത്. അങ്ങനെ എങ്ങനെയൊക്കെയാണ് എൻ്റെ മകളെ ഞാൻ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഇനി അവളെ ഒന്നും അറിയിക്കരുത്. പിന്നെ കാരണം അവൾ ഇപ്പോഴല്ലേ കാർത്തികും സുന്ദരിയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞത് തന്നെ. അവൾ ഇപ്പോഴെങ്കിലും ഒന്ന് അറിഞ്ഞല്ലോ, അതുതന്നെ വലിയ ആശ്വാസം. അവനെ എന്ത് ചെയ്തു എന്നങ്ങ് ചോദിക്കാനോട്ടോ മല്ലിക. അപ്പോൾ ഒന്നും തന്നെ മിണ്ടാനാവാതെ വൈദേഹി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് കുഞ്ഞുമായിട്ട് വൈഗ അങ്ങ് ഇറങ്ങി വരികയാണ് കേട്ടോ. എന്നിട്ട് കുഞ്ഞിൻ്റെ സൗണ്ട് അങ്ങ് കേട്ടതോടുകൂടി മല്ലിക അങ്ങ് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. വൈഗ പറയാണ് മല്ലികയോട്, ആൻറ്റി ഈ നോക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആൻറ്റി പറയുന്നതെല്ലാം തന്നെ ഞാൻ കേട്ടു. കാർത്തികും സുന്ദരിയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്നല്ല. അല്ല ആൻറ്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കാർത്തിക് ചതിയനാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു. നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു ചതിച്ചു എന്നുള്ള കാര്യം ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ അറിഞ്ഞു. എന്നിട്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്തു എന്നങ്ങ് ചോദിക്കുമ്പോൾ മല്ലികക്ക് പിന്നെ ഉത്തരം മുട്ടാണ് കേട്ടോ. എന്നിട്ട് വൈഗ കരഞ്ഞുകൊണ്ട് തന്നെ പറയാണ്, നിങ്ങൾ ആരും തന്നെ ഒന്നും ചെയ്തില്ല. അതുമാത്രമല്ല, നിങ്ങളെല്ലാവരും എൻ്റെ ചുറ്റിലും നിന്ന് എന്നെ അങ്ങ് പറ്റിച്ചു, എന്നെ അങ്ങ് പൊട്ടിയാക്കി എന്ന് തന്നെ പറയാം. നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഞങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ല. എന്തിന് ബാക്കിയുള്ളവരെയൊക്കെ വിട്ടേക്ക്. അവളുടെ അമ്മയായ സുന്ദരിയുടെ അമ്മയായ എനിക്ക് പോലും ഒന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്നറിയോ? നിനക്ക് വേണ്ടി, നിന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി. അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് നിന്നെ ഒന്നും അറിയിക്കാതിരുന്നത്. പക്ഷേ ഞാൻ മനസ്സറിഞ്ഞ് തന്ന ദാനമാണ് നിന്റെ ഈ ജീവനും നിന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞുമെന്ന് നീ കരുതണ്ട. സുന്ദരി എൻ്റെ മുന്നിൽ നിന്ന് യാചിച്ച് വാങ്ങിത്തന്ന ഔദാര്യമാണ് നിന്റെ കയ്യിലുള്ള ഈ കുഞ്ഞും
നിന്റെ ജീവനും. അപ്പോൾ വൈദേഹി മല്ലികയോട് പറയണ, മല്ലിക പ്ലീസ് ഒന്ന് ഇവിടുന്ന് പോയി തരാം, ഈ കാര്യമൊന്നും ഇപ്പോൾ സംസാരിക്കണ്ട, നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നങ്ങ് പറയുമ്പോൾ വൈദേഹിയോട് പറയണം മല്ലിക, ഒന്ന് അടങ്ങിയിരിക്കും മേഡം, എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ. നിനക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, സുന്ദരിയുടെ കഴുത്തിൽ കാർത്തിക് താലി കെട്ടുമ്പോഴൊന്നും അവൻ്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഭാര്യ എന്ന് പറയാൻ സുന്ദരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിന്റെ കാര്യം അങ്ങനെയല്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോഴും നിന്റെ കൂടെ കിടക്കുമ്പോഴും നിനക്കൊരു കുഞ്ഞിനെ തരുമ്പോഴും എല്ലാം തന്നെ അവനെ ആദ്യം താലി ചേർത്തിയ ഒരു പെണ്ണുണ്ടായിരുന്നു, സുന്ദരി ഉണ്ടായിരുന്നു. പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. താലി കെട്ടിയ ഭർത്താവിനെ മനസ്സറിയാനാണ് ആദ്യം വേണ്ടത്. അവൻ ചതിയനാണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവാണ് വേണ്ടത്. നിങ്ങളുടെ അത്രയൊന്നും സാമർത്ഥ്യവും കുബുദ്ധിയുമൊന്നും എൻ്റെ മോൾ സുന്ദരിക്കില്ല. പക്ഷേ അവൾക്ക് വിവേകമുണ്ട്, ആണിൻ്റെ മനസ്സറിയാനുള്ള ആ ഒരു ബുദ്ധിയുണ്ട്. ചതിയനാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവനെ മനസ്സിൽ നിന്നും ആട്ടിയിറക്കി മനസ്സിൽ നിന്നും അകറ്റി നിർത്താനും പടിയിറക്കാനുമുള്ള കഴിവ് എൻ്റെ സുന്ദരിക്കുണ്ട്. കൂടെ നിന്ന് പല്ലിളിച്ച് ചതിച്ച് സ്നേഹം നടിച്ച് ജീവിക്കുന്ന ഭർത്താവാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവാണ് ഒരു പെണ്ണിന് ആദ്യം വേണ്ടത്. അതൊക്കെ കേൾക്കുമ്പോൾ വൈകിക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ വൈകി പറയും, ഇനി ഒരക്ഷരം നിങ്ങൾ മിണ്ടരുത്, അവനെക്കുറിച്ച് ഒരു കാര്യം പോലും എന്നോട് പറയരുത്, അവനെക്കുറിച്ച് എനിക്കിനി ഒന്നും കേൾക്കാനും താല്പര്യമില്ല. അവനിക്ക് അവൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. കാർത്തിക് എന്നൊരു പേര് പോലും നിങ്ങൾ എന്നോട് പറയരുത് എന്നങ്ങ് പറയുമ്പോൾ, പിന്നെ എന്തിനാണാവോ നിൻ്റെ കഴുത്തിൽ കാർത്തിക് കെട്ടിയ ആ താലി എന്നങ്ങ് മല്ലിക ചോദിക്കുന്ന സമയത്ത് വൈഗയ്ക്ക് വീണ്ടും അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് വൈഗ ആ താലി അങ്ങ് കയ്യിൽ പിടിച്ച ശേഷം അതങ്ങ് വലിച്ചു പൊട്ടിക്കാൻ കേട്ടോ. എന്നിട്ട് നിലത്തേക്ക് അങ്ങ് വലിച്ചെറിയാണ്. അവനെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നും തന്നെ എനിക്കിനി വേണ്ട, കാർത്തികിൻ്റെ ഒന്നും തന്നെ എനിക്കിനി വേണ്ട എന്നും പറഞ്ഞ ശേഷം കേട്ടോ താലി അങ്ങ് പുറത്ത് വലിച്ചെറിയുന്നത്. അപ്പോൾ മല്ലിക വീണ്ടും ചോദിക്കുകയാണ്, അവനെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നും വേണ്ട എന്നല്ലേ നീ പറഞ്ഞത്? താലി പൊട്ടിച്ചു വലിച്ചെറിഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. നിൻ്റെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞിനെ നിനക്ക് വലിച്ചെറിയാൻ വേണ്ടി പറ്റുമോ എന്നങ്ങ് ചോദിക്കുമ്പോൾ വൈകി ഒന്നങ്ങ് പതറുകയാണ് കേട്ടോ. എന്നിട്ട് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് അങ്ങ് നോക്കുകയാണ്. അതിന് ഈ കുഞ്ഞ് കാർത്തികിന് മാത്രം അവകാശപ്പെട്ടതൊന്നുമല്ല, എൻ്റെ ജീവൻ്റെ പാതിയാണ്. ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണം എന്നുള്ളതേ ഞാൻ തീരുമാനിച്ചുകൊണ്ട് എന്ന് കരഞ്ഞുകൊണ്ട് തന്നെ വൈഗ പറയാണ്. സുന്ദരിയുടെ അമ്മ നേരെ വീട്ടിലേക്ക് ചെല്ല്, എന്നിട്ട് അവിടെ ചെന്നിട്ട് സുന്ദരിയുടെ കഴുത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്, അവിടെ കിടക്കുന്നുണ്ട് സുന്ദരിയുടെ കഴുത്തിൽ കാർത്തിക് കെട്ടിയ ആ താലി എന്നങ്ങ് പറയുമ്പോൾ മല്ലിക അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് തന്നെ അങ്ങ് നോക്കും. എന്നിട്ട് വൈഗ പറയാണ്, ഇക്കാലം അത്രയും എന്നെ സുന്ദരി പറ്റിച്ചത് എങ്ങനെയാണെന്നോ, അവളെ കഴുത്തിൽ കിടക്കുന്ന ആ താലി കാണിച്ചിട്ട് ഞാനും എൻ്റെ ഭർത്താവും പിണക്കത്തിലാണ് എന്നാണ് എന്നോട് അവൾ പറഞ്ഞ് പറ്റിച്ചത് എന്ന്. അതൊക്കെ ആ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ അവകാശി കാർത്തികാണെന്നുള്ളത് അവൾക്കറിയില്ലായിരുന്നോ? എന്തേ അവൾ ആ ചതിച്ചവൻ്റെ താലി പൊട്ടിച്ച് വലിച്ചെറിയാതിരുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ മല്ലിക പറയാണ്, ആ താലി ഞാൻ തന്നെ പൊട്ടിച്ച് വലിച്ചെറിയാൻ നോക്കിയതാണ്, അവനോട് തന്നെ പറഞ്ഞതുമാണ്, കാർത്തികിനോട് എൻ്റെ മകളുടെ കഴുത്തിൽ നിന്ന് നീ ഈ താലി പൊട്ടിച്ച് വലിച്ചെറിയണമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അതിനൊന്നും സമ്മതിക്കാതിരുന്നത് സുന്ദരി തന്നെയാണ്. കാരണം അവൾക്ക് ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിൻ്റെ തന്തയെ തെക്കോട്ടെടുക്കുന്നത് വരെ അവൾ ആ കഴുത്തിൽ ആ താലി ഇട്ടുകൊണ്ട് നടക്കും എന്നുള്ള ആ ഒരൊറ്റ ലക്ഷ്യത്തിലാണ് സുന്ദരി നടക്കുന്നത്. നിനക്കറിയോ, ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളാണ് അവൻ ഇല്ലാതാക്കിയത്. അവൻ ചത്ത് തീർന്നതുവരെ എൻ്റെ സുന്ദരിയുടെ ആ പക തീരില്ല. എൻ്റെ സുന്ദരി അവൻ ചത്തു തുലഞ്ഞാൽ പിന്നീട് ആ താലി പൊട്ടിച്ച് സന്തോഷത്തോടു കൂടി വലിച്ചെറിയും. പക്ഷേ നിനക്ക് അങ്ങനെയാണോ? നിനക്ക് ഒരിക്കലും ഈ ഭൂമിയിൽ നിന്നും അവനുമായുള്ള ബന്ധം വേർപെട്ടു പോവാൻ കഴിയില്ല. കാരണം നിന്റെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞ് ആ വൃത്തികെട്ടവൻ്റെ കുഞ്ഞാണ്. അവൻ മരിച്ചാലും നിനക്ക് ആ ബന്ധത്തിൽ നിന്നും ഓടി ഒളിക്കാനോ ഒന്നിനും തന്നെ പറ്റില്ല. പക്ഷേ എൻ്റെ മോള് ഒരേ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, നിങ്ങളെയൊക്കെ എല്ലാവരെയും അമിതമായി സ്നേഹിച്ചു, എന്നിട്ട് പോലും എൻ്റെ കുഞ്ഞിനെ നിങ്ങളൊരു ശത്രുവായി കണക്കാക്കി. കൂടെ നിൽക്കുന്നവർ യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവരാണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാൻ
പോലും കഴിവില്ലാത്തവളാണ് നീ. നിനക്കൊന്നും ജീവിക്കാൻ തന്നെ ഒരു യോഗ്യതയും ഇല്ല. നീയൊക്കെ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. നിനക്കൊക്കെ കാർത്തികിനെ വെറുതെ വിടാൻ കഴിയും, പക്ഷേ എനിക്ക് കഴിയില്ല. എനിക്ക് എൻ്റെ മോളുടെ കഴുത്തിലെ താലി അറുത്തു മാറ്റണമെങ്കിൽ അവൻ മരിക്കണം. അതുകൊണ്ട് അവൻ്റെ മരണം ഉറപ്പിക്കാതെ ഇനി മല്ലിക തിരിച്ചു പോകില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല ദേഷ്യത്തോടു കൂടി തന്നെ കാർത്തികിനെ കൊല്ലും എന്നുള്ള ആ ഒരു ഭീഷണി മുഴക്കിയിട്ട് തന്നെ മല്ലിക പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വൈകിക്ക് തന്നെ അങ്ങ് കരച്ചിലും സങ്കടവും എല്ലാം കൂടി അങ്ങ് വരികയാണ്. വൈദേഹിയാണെങ്കിലും ഇതൊക്കെ കേട്ടും കൊണ്ട് തന്നെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. പിന്നീട് കൃഷ്ണമാമയും മാലിനിയും കൂടിയിട്ട് ഇങ്ങനെ സിദ്ധുവിനെ ഫോം വിളിക്കാൻ കേട്ടോ. എന്നിട്ട് സിദ്ധുവിനോട് ചോദിക്കുകയാണ്, സിദ്ധു നിൻ്റെ അടുത്ത് സുന്ദരി ഉണ്ടോ, നിൻ്റെ അടുത്തേക്ക് സുന്ദരി വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എൻ്റെ അടുത്ത് വന്നില്ലല്ലോ കൃഷ്ണമാമ. സുന്ദരി ഇന്നലെ മുതൽ ഇവിടേക്ക് വന്നിട്ടില്ല. സുന്ദരി രാത്രിയിലും ഒന്നും തന്നെ ഇതുവരെയും എത്തിയിട്ടില്ല, അതുകൊണ്ട് വിളിച്ചു നോക്കിയതാണ് എന്ന് പറയുമ്പോൾ സുന്ദരി വന്നിട്ടില്ല എന്നോ? അപ്പോൾ സുന്ദരി എവിടെ പോയി അറിയില്ല, സുന്ദരി എവിടെ പോയി എന്ന് അറിയില്ല സിദ്ധു എന്നങ്ങ് പറയാൻ കേട്ടോ. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്.